نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമാക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷൻ മൂന്നാമത്തെ ദിവസത്തെ ചോദ്യപേപ്പറാണ്. 2 ദിവസത്തെ ചോദ്യപേപ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? റെഡി. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഗായ്സ്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ ഒരു ക്രിസ്മസ് പരീക്ഷയായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചോദ്യപേപ്പർ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അതൊക്കെ പോയിട്ട് കണ്ടിട്ട് അടിപൊളിയാക്കി സെറ്റ് ആയി. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു നമ്പർ ഇല്ലേ 9496 544 തെറ്റിപ്പോയോ നോക്കിയതാണ് ഞാൻ. ഓക്കെ, അതിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ താഴത്തോടെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിടിച്ച് വെച്ചിട്ട് അതിന് പിടിച്ചു കൊടുക്കുന്നത് ഡെയിലി ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ ഗായ്സ്, നമ്മൾ പോവാണ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കാൻ വേണ്ടി പോവാണ്. ആക്ടിവിറ്റി 10 മഴ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. മഴ വന്നപ്പോൾ മാളു എഴുതിയ കുട്ടി കവിത നോക്കൂ. ചാറി ചാറി പെയ്യുന്നു, നല്ലൊരു പുതുമഴ പെയ്യുന്നു, പാടത്തെല്ലാം പെയ്യുന്നു, ഞാറുകൾ നിന്നു കളിക്കുന്നു. ചിത്രം നോക്കി മഴ എവിടെയെല്ലാം പെയ്തു എന്ന് കണ്ടെത്തു, കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ്. ഓക്കെ, ചാറി ചാറി പെയ്യുന്നു, നല്ലൊരു പുതുമഴ പെയ്യുന്നു, പാടത്തെല്ലാം പെയ്യുന്നു, ഞാറുകൾ നിന്നു കളിക്കുന്നു എന്നാണ് അല്ലെ. അപ്പോ ഇത് നോക്കിയിട്ട് ഇതേ വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയാണ്. ഇവിടെ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നോക്കും മഴ എവിടെയൊക്കെയാ പെയ്യുന്നത്. മലയുടെ മുകളിൽ പെയ്യുന്നുണ്ട്, മരത്തിന്റെ മുകളിൽ പെയ്യുന്നുണ്ട്, പുഴയിൽ പെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാ നമ്മൾ വരി ഉണ്ടാക്കുന്നത്? കുന്നിൻ മുകളിൽ പെയ്യുന്നു, വെള്ളച്ചാലുകൾ ഒഴുകുന്നു, പുഴയുടെ മുകളിൽ പെയ്യുന്നു, മീനുകൾ ചാടി തുള്ളുന്നു. നോക്കൂ, പുഴന്റെ മുകളിൽ പെയ്യുന്നുണ്ട്, ഇതാ ഇല്ലേ, മീനുകൾ ഇതാ തുള്ളിച്ചാടുന്നു ഇല്ലേ, കുന്നിൻ മുകളിൽ പെയ്യുന്നുണ്ട് ഇല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം അല്ലെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ചിത്രം നോക്കി മഴ എവിടെയെല്ലാം പെയ്തു എന്ന് കണ്ടെത്തൂ, കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം. നേരത്തെ ചോദ്യമാണ് അത്, ഇതല്ല. മഴ പെയ്യുമ്പോൾ എവിടെയെല്ലാം വെള്ളം നിറയും? മഴ പെയ്യുമ്പോൾ എവിടെയൊക്കെയാ വെള്ളം നിറയടാ മക്കളെ? കുളത്തിൽ നിറയും, വയലിൽ നിറയും, പുഴയിൽ നിറയും. കുന്നില് വെള്ളം നിറയൊന്നുമില്ല, കുന്നില് മഴ പെയ്താൽ ഇങ്ങനെ ഒലിച്ചു വരിക. പിന്നെ മരത്തുമേല് വെള്ളം നിറയോ ഇല്ല, അതൊക്കെ അതിന്റെ മുകളിൽ നിൽക്കൂല, അതിന്റെ മുകളിൽ താഴോട്ട് ഇങ്ങനെ വരിക ചെയ്യുക. അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എവിടെയൊക്കെയാണ് വെള്ളം നിറയുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കുന്നു, അത് കുളത്തിൽ നിറയുന്നുണ്ട്, വയലില് നിറയുന്നുണ്ട്, പുഴയിൽ നിറയുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നിറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് എഴുതി കൊടുക്കാം ഇല്ലേ. നോക്കൂ, അടുത്തത് ഫിൽ ഇൻ ദ എംപ്റ്റി ബോക്സസ് ആണ്. കംപ്ലീറ്റ് ദ നമ്പർ സർക്കിൾ. നമ്മളോട് ഇവിടെയുള്ള നമ്പർ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതായത് ഇതിൽ നോക്ക്, നിങ്ങൾ ഈ നമ്പർ സർക്കിൾ എന്ത് ചെയ്യാൻ വേണ്ടി പറയാ, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. 8ഉം 2ഉം 10 ആണ്, 8ഉം 7ഉം 15 ആണ്. പിന്നെ 8ഉം എത്രയും കൂട്ടിയാലാണ് 9 വരിക. നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം 1ഉം കൂട്ടിയാലാണ്. പിന്നെ 8ഉം 3ഉം എത്രയാണ്, 11 ആണ്. പിന്നെ 8നോട് എത്ര കൂട്ടിയാലാണ് 14 കിട്ടുക അല്ലെ. 9 10 11 12 പിന്നെയോ 13 14 അല്ലെ. 6ഉം കൂടെ കൂട്ടിയാലാണ് 14 കിട്ടുക. പിന്നെ 8നോട് എത്ര കൂട്ടിയാലാണ് 12 കിട്ടുക, 9 അല്ലെ. 10 11 12 4 കൂട്ടിയാൽ പിന്നെ 13 കിട്ടണമെങ്കിൽ എത്ര, 8നോട് എത്ര കൂട്ടണം, 9 10 11 12 13 5 കൂടെ കൂട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നോക്കൂ, ഇതല്ലേ ഉത്തരം. എന്താ നമ്മൾ എഴുതിയിരിക്കുന്ന ഉത്തരം നോക്ക്, കറക്റ്റ് അല്ലേ? യെസ് 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 യെസ്. ഇനി അടുത്ത നോക്ക്, അടുത്തത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓരോ നോക്കിയത് നിങ്ങൾ 1 ഇങ്ങനെ കൊടുത്തു, 2 ഇങ്ങനെ കൊടുത്തു, 3 ഇങ്ങനെ കൊടുത്തു, 4 ഇതാണ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങനെ കൊടുത്തു, ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതെങ്ങനെയാ കൊടുക്കുന്നത്, 1 ഇങ്ങനെ, 2 ഇങ്ങനെ, 3 ഇങ്ങനെ, 4 ഇങ്ങനെ വലുതാക്കാം, നമുക്ക് വലുതാക്കാം അല്ലെ. പിന്നെയോ അഞ്ചാമത്തത് എങ്ങനെയാ കൊടുക്കുക, 5 1 2 3 4 5 ഇങ്ങനെ കൊടുക്കും. ഇനി അടുത്തതോ 1 ഇങ്ങനെ, 2 താഴോട്ട്, 3 മേലോട്ട്. അപ്പൊ 4 എങ്ങോട്ടായിരിക്കും, 4 താഴോട്ട് അല്ലെ, 4 താഴോട്ട്. അങ്ങനെ 4 എണ്ണം വരച്ചു കൊടുക്കുക, 4 എണ്ണം വരച്ചു കൊടുത്തു. മറ്റേതോ 5 എണ്ണം മേലോട്ട് വരച്ചു കൊടുക്കുക, 5 എണ്ണം മേലോട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. പിന്നെയോ 35 40 45 50 55. ഇവിടെയോ 12 ഉണ്ട്, 22 ഉണ്ട്, 32 ഉണ്ട്. ഇനി അടുത്തതോ 42 ഉണ്ട്. പിന്നെ അടുത്തതോ 52
സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ? അതേപോലെയായിരുന്നു സംഭവം, നമ്മൾ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആണ്, ഇതൊരു സിമ്പിളായൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് എഴുതി കൊടുത്തൂടെ? യെസ്, അങ്ങനെയാണ്. നമ്മൾ നേരെ പോവാണേ അടുത്ത ചോദ്യത്തിലേക്ക്. ചിത്രം നോക്കി എഴുതാം. ആനയും മൈനയും കൂടി പുഴയിലല്ല പഴങ്ങൾ തേടി കാട്ടിലേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ട കാഴ്ചകൾ നോക്കൂ, ചിത്രം നോക്കി എഴുതൂ എന്നാണ്. ചിത്രം നോക്കി എഴുതാൻ വേണ്ടി പറയണം. നമുക്ക് എഴുതി കൊടുക്കാം. എന്താ എഴുതുന്നതിനല്ലേ? ചിത്രം നോക്കി എന്തുവാണെങ്കിൽ നമുക്ക് എഴുതാൻ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താ എഴുതിക്കൂടെ? ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് നോക്ക്. ഒന്നാമത്തെ ചിത്രത്തിൽ ഇവിടെ കൊക്കുണ്ട്. കൊക്ക് എന്താ ചെയ്യുന്നത്? കൊക്ക് മീനിനെ പിടിച്ച് തിന്നുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ആരാ? വവ്വാലേ. മൂന്നാമത്തെ ചിത്രത്തിൽ ആരെയാ കാണുന്നത്? അണ്ണാനെ. നാലാമത്തെ ചിത്രത്തിൽ ആരാ? ഡെക്കാണ് കാണുന്നത് അല്ലെ. ഇതെങ്ങനെയാ നമ്മൾ എഴുതി കൊടുക്കുന്നത്? കൊക്ക് മീനിനെ പിടിക്കുന്നു. ഒന്നാമത്തെ ചിത്രത്തില് കൊക്ക് മീനിനെ പിടിക്കുന്നു അല്ലെ. രണ്ടാമത്തെ ചിത്രത്തില് വവ്വാല് തേൻ കുടിക്കുന്നു. മൂന്നാമത്തെ ചിത്രമോ അണ്ണാൻ മാമ്പഴം തിന്നുന്നു. നാലാമത്തതോ താറാവ് വെള്ളത്തിൽ നീന്തുന്നു. നോക്കൂ, ഇത് ഒന്നാമത്തെ ചിത്രം എന്താ? കൊക്ക് അല്ലെ. കൊക്ക് മീനിനെ പിടിക്കുന്നു, ഇല്ലേ? ഇനി അടുത്തത് എന്താ? അടുത്തത് വവ്വാൽ തേൻ കുടിക്കുന്നു. ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. എന്ത് സിമ്പിളാ? വവ്വാൽ തേൻ കുടിക്കുന്നു. അണ്ണാൻ മാമ്പഴം തിന്നുന്നു അല്ലെ. അണ്ണാൻ മാമ്പഴം തിന്നുന്നു. പിന്നെയോ അടുത്തതോ താറാവ് വെള്ളത്തിൽ നീന്തുന്നു അല്ലെ. താറാവ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ നീന്തുന്നു. എന്തോ സിമ്പിൾ. ഇതൊക്കെ നമുക്ക് അറിയാം, നോക്കി എഴുതാനൊക്കെ നമുക്ക് അറിയാം അല്ലെ. പിന്നെ പഴങ്ങളെ സൂചന പോലെ പട്ടികയാക്കൂന്നാണ്. മഞ്ഞ നിറമുള്ള പഴങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. മഞ്ഞ നിറമുള്ള പഴം ഉണ്ടാവും അല്ലെ. മഞ്ഞ നിറമുള്ള പഴങ്ങളുണ്ട്. ധാരാളം വിത്തുകളുള്ള പഴങ്ങളുണ്ട്. കുലകുലയായി ഉണ്ടാകുന്ന പഴങ്ങളുണ്ട്. കുലകുലയായി ഉണ്ടാകുന്ന പഴം ഏതാ? അതെനിക്ക് മുന്തിരി അറിയാം കുലകുലയായി ഉണ്ടാകുന്നത്. പിന്നെ ഏതാടാ? റംബൂട്ടാനും അല്ലെ. റംബൂട്ടാനും കുലകുലയായി ഉണ്ടാവുന്നതാണ്. പിന്നെയോ ധാരാളം വിത്തുകൾ ഉള്ളതാണ്. ധാരാളം വിത്തുകൾ ഉള്ളത് ഏതാടാ ധാരാളം വിത്തുകൾ ഉള്ളത്? മുന്തിരിയിൽ ധാരാളം വിത്ത് ഉണ്ടാവുമല്ലോ. മാമ്പഴത്തിന് ധാരാളം വിത്ത് ഉണ്ടാവില്ല. മാമ്പഴത്തിന്റെ കളർ എന്താ? മാമ്പഴത്തിന്റെ കളർ മഞ്ഞയാണ്. പിന്നെയോ മാതള നാരങ്ങ, അതിന്റെ കളറും എന്താ? മഞ്ഞയാണ്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞ നിറമുള്ളത് മാമ്പഴവും അതേപോലെ തന്നെ കശുമാങ്ങ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ വിത്തുകൾ ധാരാളം ഉള്ളത് മുന്തിരി, അതേപോലെ തന്നെ മാതള നാരങ്ങ. മുന്തിരി, മാതള നാരങ്ങ. പിന്നെയോ റംബുട്ടാനും മുന്തിരിയുമാണ് എന്ത് ചെയ്തത്? കുലകുലയായി ഉണ്ടാവുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ അറിയാം അല്ലെ. മഞ്ഞ നിറമുള്ള ഏതാ നമ്മൾ നോക്കി. മഞ്ഞ നിറമുള്ളത് മാമ്പഴം, കശുമാങ്ങ നമ്മൾ എഴുതി കൊടുത്ത്. പിന്നെയോ മാതള നാരങ്ങയും മുന്തിരിയും ധാരാളം വിത്തുകൾ ഉള്ളതാണ്. കുലകുലയായി ഉണ്ടാവുന്നതോ മുന്തിരിയും റംബുട്ടാനുമാണ് അല്ലെ. ഇത് നമ്മൾ എഴുതി കൊടുത്ത്. സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പഠിച്ചതാണ് നമ്മൾ. പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ 3 ദിവസത്തെ ചോദ്യ പേപ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 3-ാം ദിവസത്തെ ചോദ്യ പേപ്പർ ആയിരുന്നു. 3 ദിവസത്തെ ചോദ്യ പേപ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പോയിട്ട് നിങ്ങൾ കാണണം, സെറ്റ് ആക്കണം. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതിന്റെ PDF ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയക്കും. അതൊക്കെ കിട്ടണമെങ്കിൽ അതാ താഴത്തൂടെ അങ്ങനെ നമ്പർ പോകുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ അടുത്ത് അയച്ചു കൊടുക്കണം. അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ ബൈ, ടാറ്റാ.